ചരിത്രത്തിലാദ്യമായി അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് വനിതകൾ. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിരിക്കുന്നു. വാശിയേറിയ മത്സരത്തിൽ 292 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ വാശിയേറിയ അതേപോലെ തന്നെ അങ്ങേയറ്റം ശക്തമായ മത്സരത്തിൽ വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ നയിക്കാൻ, വനിതകൾ അമ്മയെ നയിക്കാൻ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. ശ്വേതാ മേനോൻ ദേവനെയാണ് പരാജയപ്പെടുത്തിയത്. കുക്കു പരമേശ്വരൻ രവീന്ദ്രനെയും പരാജയപ്പെടുത്താണ് ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ ഏറെ വിവാദങ്ങൾ നമ്മളെ ഒരു തട്ടുപൊളിപ്പൻ സിനിമയിൽ കാണുന്ന അത്രത്തോളം നാടകീയതകൾ, എല്ലാവിധ ചേരുവകളും ചേർന്ന് തെരഞ്ഞെടുപ്പിനൊടുക്കം ഒരു ക്ലൈമാക്സ് സംഭവിക്കുന്നു. ശ്വേതാ മേനോൻ അമ്മ അധ്യക്ഷയായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടയിൽ വനിതകൾ തലപ്പത്തേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. അമ്മ തലപ്പത്തേക്ക് വനിതകൾ തന്നെ എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏറെ വാശിയേറിയ പോരാട്ടമായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാ മേനോനും തമ്മിൽ നടന്നത്. വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ പരാതിയുമായിരുന്നു. പരാതിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് അമ്മ സംഘടനയിൽ ഒരു വിഭാഗം തന്നെ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസുമായി അടക്കം പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നു.